എന്താണ് ഗീറിടാൻ പഠിപ്പിച്ചെടുക്കായിട്ട് ചൊടിച്ചിരുന്ന നൈനു. വാ വാ ഇങ്ങോട്ട് വാ വാ ഇവിടെ നിൽക്കട്ടാ. ഞായറാഴ്ച ദിവസത്തെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തേ. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെയും പരിപാടി ഉള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ചായ കുടിക്കാതാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ അവിടെ ടൗണിലുള്ളൊരു ഹോട്ടലിൽ കയറി. ഞാനും ഏട്ടന് ദോശയാണ് ഓർഡർ ചെയ്ത്. മക്കളിതാ നൂൽപ്പിട്ടാട്ടോ കഴിക്കുന്നത്. എന്ത് നീളാണ്, എന്ത് നീളാണ് ഇത്? എത്ര നീളം ഉണ്ടാവും മസാല ദോശക്ക്? ഇത് മെട്രോ ആണോ? പിന്നെ ഞങ്ങൾ പോയത് നൈനൂട്ടിയുടെ മുടി വെട്ടിക്കാനാണ്. കുറേ ആയിട്ട് പറയുന്ന കളറ് ചെയ്യണമെന്ന്. അങ്ങനെ കളറ് ചെയ്യാൻ പോയതാണ്. നല്ല തിരക്കാട്ടോ ഇവിടെ. മുടി വെട്ടാനും കളറ് ചെയ്യാനൊക്കെ കുറേ ടൈം പിടിക്കുന്നതിനെ കൊണ്ട് എനിക്ക് സംശയം കേട്ടോ, മോൾ ഇത്രയും നേരം ഇരിക്കുമെന്ന്. പക്ഷേ അവൾക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടായിരിക്കും കുറച്ച് നേരം ഇരുന്ന്. പിന്നെ എന്നോട് അമ്മ കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ കളറടിച്ച് മുടി വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളർ എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങിയേ. പിന്നെ അവർ പറഞ്ഞ് ഒന്നും കൂടി അടിക്കാനുണ്ട്, അത് കഴിഞ്ഞാലേ നമ്മൾ പറഞ്ഞ കളറാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്ത്. നൈനൂട്ടിക്ക് ആകെ ടെൻഷനായിട്ട് കളർ കണ്ടപ്പോൾ ശരിക്കൊരു സിംഹക്കുട്ടി എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഈ കളറും കൂടി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് എടുക്കാൻ എന്നോട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷോർട്സിൽ അതിട്ടുണ്ട്, നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്സ് പോയി കാണണേ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ലെൻസ് കാർട്ടിലേക്കാണ്. ലെൻസ് കാർട്ടിൽ പോയിട്ട് ഏട്ടന് കണ്ണട എടുക്കാനുണ്ട്. അതിന് മുന്നേ കുറച്ച് കണ്ണ് ടെസ്റ്റ് ചെയ്യലും അതൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. അച്ഛനോട് പോയി ഏതെടുക്കണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊന്നും പിടിക്കുന്നില്ല. അയ്യോ, നൈനൂട്ടി ഒരു കുറുമ്പി കേട്ടോ. എല്ലാവരുമായിട്ട് വേഗം കമ്പനിയാണ്. അങ്ങനെ അവിടെ വന്ന രണ്ട് ഏട്ടന്മാരായിട്ട് ഇതാ നൈനൂട്ടി കഥ പറഞ്ഞ അവസാനം ഇതാ ഹാപ്പി ഡേയ്സ് ആണ് നമ്മളെ ചാനലിൻ്റെ പേര്, അത് സബ് ചെയ്യണേന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഉച്ചയായിട്ടോ. ഉച്ചയായി ഭക്ഷണം കഴിക്കുകയാണേ. ഇത് സാമ്പാർ, ഇത് മീൻകറി ഇതാ. എനിക്ക് വലിയൊരു ആഗോലി കഷ്ണം കിട്ടുന്നു കേട്ടോ. ഇതാണ് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മീൻകറി. പിന്നെ നമ്മൾ പോയത് ബാലുശ്ശേരിക്കാണ്. ബാലുശ്ശേരി എൻ്റെ മാമൻ്റെ വീടാണ്. മാമൻ്റെ വീട്ടിൽ മാമൻ്റെ മോളെ കല്യാണമുണ്ട്. ഈ മാസം ലാസ്റ്റിലാണ്. നമ്മൾ വെറുതെ ഒന്ന് പോയതാണേ. എൻ്റെ അമ്മയും എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മളെ ഫാമിലിയിലെ മെമ്പേഴ്സാണ്. അവിടെ പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അമ്മ പറഞ്ഞ എന്നെ എടുക്കേണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മ ഓടിക്കാളുന്നുണ്ട് കേട്ടോ. പിന്നെ നൈനൂട്ടിക്ക് ഒരു ചെരുപ്പ് എടുക്കാൻ അത്രയൊന്നും വേണ്ട, അത് മതി. നൈനു എടുത്ത് പോയി. അയ്യോ, ഇങ്ങോട്ട് വാ. അപ്പോൾ ഇത്രയല്ലോ കേട്ടോ വീഡിയോ. ബൈ ബൈ.